ദരിദ്രരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് BJP ഇവിടെ ഭരണം നടത്തുന്നത്, ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് 1,16,000 കോടി രൂപ എഴുതി തള്ളിയ പാർട്ടിയാണ് BJP. അദാനി അംബാനിമാരുടെയും അതുപോലെ തന്നെ വിജയ് മല്യയുടെ എല്ലാം പൈസ കോടികൾ കടം എഴുതി തള്ളി. ആ പാർട്ടി ഒരു കർഷകൻ്റെ ഒരു പൈസ പോലും കാർഷിക കടം എഴുതി തള്ളാൻ തയ്യാറായിട്ടില്ല. വായ കൊണ്ട് പറയുമെന്നല്ലാതെ ഇന്ന് വരെ ഒരു കടം പോലും, ഉത്തർപ്രദേശിൽ വരെ അവർ ഇലക്ഷനിൽ വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകി കാർഷിക കടങ്ങൾ എഴുതി തള്ളുന്നു. ഒരാളുടെ ഒരു പൈസ പോലും എഴുതി തള്ളാൻ തയ്യാറാവാത്ത പാർട്ടി ഇവിടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ജീവിക്കുന്നു, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ BJP വക്താവിനാവും. കർഷകർക്ക് വായ്പ എടുത്ത കടം എഴുതി തള്ളുക എന്നുള്ളതല്ല ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള അജണ്ട. വായ്പ എടുക്കാതെ തന്നെ കർഷകർക്ക് ആ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക. ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിൻ്റെ ദീർഘകാലമായി വന്നിട്ടുള്ള കടങ്ങൾ, അത് BJPയുടെ സർക്കാർ വന്നിട്ടുണ്ടാക്കി വെച്ച കടങ്ങളല്ല എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കണം. ആ കടങ്ങൾ ബാങ്ക് അതിൻ്റെ ടെക്നിക്കലായിട്ട് ബാലൻസ് ഷീറ്റിൽ മാറ്റി എഴുതി വെച്ചപ്പോൾ ഇത്രയും കിട്ടാക്കടമുണ്ട് എന്ന് പറഞ്ഞ് അത് മാറ്റി വെച്ചപ്പോൾ അതിനെയാണ് ഈ തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. അത് വേണ്ട എന്ന് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, റിലയൻസിനെതിരെ അടുത്ത കാലത്ത് പിഴ ചുമത്തിയ കാര്യത്തെക്കുറിച്ച് അറിയാം. മറ്റുള്ളവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ജനങ്ങളുടെ ജീവിതസ്പർശിയായിട്ടുള്ള പദ്ധതികളും പരിപാടികളും രാജ്യത്ത് നടക്കുന്നുണ്ടോ? രാജ്യത്ത് വികസനം നടക്കുന്നുണ്ടോ? റോഡുകൾ നിർമ്മിക്കുന്നുണ്ടോ? 3 വർഷക്കാലമായിട്ട് ഇന്ത്യൻ ഖജനാവിൽ നിന്ന് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് 1 രൂപ പോലും അഴിമതിയിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഈ 2 പ്രതിപക്ഷ കക്ഷികളും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതേവരെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം അത് ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് എല്ലാ സമസ്ത മേഖലകളിലും കാണുന്നു. സമഗ്രമായ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു, പാവങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നു. ഇതിനെ മനസ്സിലാക്കാൻ ഇവിടുത്തെ ആളുകൾ തയ്യാറാക്കണ്ടേ? നിങ്ങൾ ഈ BJP എതിർക്കാനാണ് ഇവിടെ മത്സരം നടക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു MLA തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് BJP എതിർക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാണ്. ഫാസിസത്തെ എതിർക്കുന്നതിന് പരിമിതി. ഇതെന്താ വെച്ചാൽ താങ്കളുടെ അഭിപ്രായം വളരെ എന്താ പറയുക, ഞാൻ ആക്ഷേപിക്കുന്നില്ല. അതായത് ഞാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്. മുസ്ലിം ലീഗിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് ഒരിക്കൽ പറഞ്ഞു, ബഹറിൽ മുസല്ല ഇട്ട് നമസ്കരിച്ചാൽ പോലും RSSനെ ഞങ്ങൾ വിശ്വസിക്കില്ല. സംഘ് പരിവാറിൻ്റെ രാഷ്ട്രീയ ഞാനെന്ന് പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞ ഉത്തരമാണ് ഞാൻ പറയുന്നത്. അതെ സംഘ് പരിവാറിൻ്റെ പരിപാടികളോട് ഞങ്ങൾക്ക് യോജിപ്പില്ലാത്ത എന്തുകൊണ്ടെന്നറിയോ? അത് വർഗീയ കാഴ്ചപ്പാടല്ല, ഭരണഘടനാധിഷ്ഠിതമായ ഒരു നിലപാടാണ്. ഒരു നവരാഷ്ട്ര നിർമ്മാണത്തിൽ ഞങ്ങളുടെ സങ്കല്പം ഒരു രാഷ്ട്രം ഒരു ജനത എന്നുള്ളതാണ്. അവിടെ ജാതിയോ മതമോ ഇല്ല. ജാതിക്കും മതത്തിനും അതീതമായി ഈ രാഷ്ട്രത്തെ ഒരു രാഷ്ട്രമായും ഈ ജനതയെ ഒരു ജനതയായും പരിവർത്തിപ്പിക്കുന്ന ദേശീയ പ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കുക എന്ന ഭരണഘടനാപരമായ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തനം ഇതപര്യന്തം നടത്തിയിട്ടുള്ളത്. ഈ മതേതര കാഴ്ചപ്പാടിനെ കുറിച്ച് ബഹുമാനപ്പെട്ട MLA പറയുന്നുണ്ട്. ഇവിടെ നിലവിളക്കിൻ്റെ കാര്യം ഒരു സുഹൃത്ത് സൂചിപ്പിച്ചു. അങ്ങനെ ഒരു ദേശീയ കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണെങ്കിൽ ഒരു വേദിയിൽ ഇത്തരത്തിലുള്ള എല്ലാ മതത്തിൻ്റെയും ചടങ്ങുകളായിക്കൂടെ ഒരു പ്രത്യേക മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയും ഞങ്ങൾ സെക്കുലറാണ് പറയുകയും ചെയ്യുമ്പോൾ കേൾക്കുന്നവർ കാണുന്ന ആളുകൾ മനുഷ്യന്മാരെ അവർക്ക് അവരുടേതായ ബുദ്ധി വിവേകമല്ലേ, അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. മറ്റൊരു കാര്യം, ഇവിടെ ഇന്ത്യയിൽ ഇന്നത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു പാർട്ടിക്ക് ഒരിക്കലും മുസ്ലിം ന്യൂനപക്ഷത്തിനോ ദളിതനോ ഒരു സഹായവും ഒരു നിലക്കുള്ള താങ്ങായി മാറാൻ കഴിയില്ലെന്നാണ് യഥാർത്ഥ വസ്തുത. ഇവിടെ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഇവിടെ ഈ മക്കരാപ്പറമ്പ് ടൗണിൽ ഇടതുപക്ഷത്തിൻ്റെയോ CPMൻ്റെയോ ഒരു നല്ല പൊതുയോഗം നടന്നാൽ ഒട്ടും താമസിയാതെ ലീഗോ UDF യോഗം നടത്തുന്നുണ്ട്, മറുപടി പറയുന്നുണ്ട്. ഇതൊരു വസ്തുതയല്ലേ? ഇതേ രൂപത്തിൽ മതത്തിൻ്റെ പേരിൽ സംഘടിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഞങ്ങൾ മതേതരമാണ് പറയുകയും ആ മതത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യാം. ഇത് രണ്ടും കാണുമ്പോൾ യഥാർത്ഥ വസ്തുത ജനത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. അതാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഈ മാറ്റങ്ങളുടെ യഥാർത്ഥ അടിസ്ഥാനം. കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ മണ്ഡലത്തിൽ നിങ്ങൾ മത്സരിച്ചപ്പോൾ എല്ലാം ശരിയാക്കും എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് മത്സരിച്ചത്. നമുക്കറിയാം ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് 6 വയസ്സായ കുട്ടികൾക്ക് പോലും അല്ലെങ്കിൽ വൃദ്ധരായ 90 വയസ്സായ ആളുകൾക്ക് പോലും പീഡനത്തിൻ്റെ ഇതിൽ നടക്കാൻ കഴിയാത്ത കാലഘട്ടമാണ് ഈ ഗവൺമെൻറ്. പിന്നെ നിങ്ങളുടെ
ഭരണകക്ഷിയായ CPI പറഞ്ഞത് മുണ്ടെടുത്ത മോഡിയാണ് പിണറായി വിജയൻ എന്നുള്ള ആ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. CPI നിങ്ങളെ ഘടകകക്ഷി പറഞ്ഞതാണ്. എനിക്കതിനെ കുറിച്ച് അറിയില്ല. ഒന്ന് മറ്റു കാര്യം പറയാം, ബാക്കി കാര്യം പറയാം. അല്ല ഏത് നേതാവ് പറഞ്ഞു പറയട്ടെ, അല്ല ഏതെങ്കിലും ആൾ എവിടെ നിന്ന് പുറപ്പെടുന്ന കൂവിൻ്റെ മറുപടി പറയേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് പറയട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇടതുപക്ഷം വെച്ചിട്ടുള്ള പിന്നെ ഓരോ കാര്യങ്ങളുണ്ട്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആ ചോദ്യത്തിന് മറുപടി അതിന് മുമ്പ് വിഷയം വന്നിട്ടുണ്ട്. എല്ലാം ശരിയാവും എന്ന് വോട്ട് വെച്ച് പറഞ്ഞല്ലോ. ഞങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാം ശരിയാക്കാൻ ശ്രമത്ത് തന്നെയാണ്. 5 വർഷം തെരഞ്ഞെടുപ്പ് എടുക്കണം. പറയട്ടെ അങ്ങനെ അല്ല പറയട്ടെ അങ്ങനെ പറഞ്ഞോളൂ. ഇതില് പാളം ഇതാണ് അസഹിഷ്ണുത. കാര്യങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് വരുമ്പോൾ വിഷമാണത്. നിങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാകും കേൾക്കുന്നുണ്ടല്ലോ. അതെ അങ്ങനൊന്നും ബേജാറാണ്ട. എന്നാൽ ഇരിക്കും എന്നിട്ട് പറയട്ടെ, അപ്പോൾ കേൾക്കാം, അപ്പോൾ ചോദിക്കാം. ഇതില് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾ കൊടുത്തുള്ള വാഗ്ദാനങ്ങൾ, ഉറപ്പുകൾ അത് നടപ്പാക്കിയിരിക്കും. അത് നടപ്പാക്കിയതിനു ശേഷം 5 കൊല്ലം വോട്ട് ചോദിക്കുള്ളൂ. അതല്ലാതെ ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടി ആളുകൾ പറ്റിക്കാലവരുടെ അല്ല. ഇവിടെ നടപ്പാക്കിയ കാര്യം പറഞ്ഞ് പറയണോ? അങ്ങനെ പറഞ്ഞ് കേൾക്കാൻ സമയമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, കഴിഞ്ഞ 10 മാസം കൊണ്ട് ഞങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ പറയാൻ അവസരം ഞാൻ മുഴുവൻ പറഞ്ഞുതരാം. പറ്റുമോ? പറയട്ടെ ആദ്യം. അപ്പൊ ഇതില് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ കിട്ടേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടാകുമ്പോൾ അവരെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരാണല്ലേ സർക്കാർ ചെയ്യണത്. അതല്ല ചെയ്യേണ്ടത്. അവിടെ ഒരു വിഷയം എന്ന സമയത്ത് അതിൽ ആരാണ് ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണ് പ്രതി നോക്കിയിട്ടല്ല പോലീസ് കേസെടുക്കുന്നത്. ആ രൂപത്തിലല്ല സർക്കാർ അവിടെ ആര് കുറ്റം ചെയ്തു അവർക്കെതിരെ മുഖം നോക്കാൻ നടപടിയെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു, അത് സമൂഹത്തെ അറിയിക്കുന്നു. ഇത് സമൂഹത്തെ കരുത്തല്ലേ കാണിക്കുന്നത്, ജനങ്ങൾ പ്രതീക്ഷയല്ലേ കാണിക്കുന്നത്. അതല്ലാതെ കഴിഞ്ഞ കാലത്തെ പോലെ ഒരു വിഷയം വരുന്ന സമയത്ത് അത് ആരാണ് നോക്കി ഏത് ഭാഗത്താണ് നോക്കി പ്രതികൾ തീരുമാനിച്ചത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ്. അതുകൊണ്ട് കേരളത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് ഈ ഗവൺമെൻറ് കിട്ടുന്നത്. ഒരു തർക്കമില്ലാത്തത്. വാളയാർ പീഡനത്തിലടക്കം പക്ഷേ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. പല സംഭവങ്ങളിലും ഇതുപോലെ സംഭവം ഉണ്ടാവും. അതിൽ പിന്നീട് സർക്കാർ ഇടപെടേണ്ടി വരികയും പോലീസുകാരെ അതേ ഞാൻ പറഞ്ഞത് സർക്കാരിനല്ല ആർക്ക് തെറ്റ് പറ്റിയാലും ആ തെറ്റ് അംഗീകരിക്കുകയും അത് തിരുത്താൻ ആവശ്യമായി ഇടപെടൽ നടത്തുന്നത് അല്ല മിണ്ടാതിരിക്കലേ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ചെയ്ത പോലെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തെ വളരെ ഭംഗിയായി എന്ത് മല പൊളിഞ്ഞു വന്നാലും അത് തൊടില്ല എന്നൊരു മാറ്റിവെക്കുന്ന സമീപനമല്ല സർക്കാർ ചെയ്യുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്നല്ല, മന്ത്രിമാരുടെ ഭാഗത്തു വന്നാലും MLA-മാരുടെ ഭാഗത്തു വന്നാലും പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്ത് തെറ്റ് വന്നാലും അത് തെറ്റാണെന്ന് പറയാനും നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയും. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇലക്ഷനിൽ പറഞ്ഞൊരു വാക്കുണ്ട്, 5 വർഷത്തിന് വിലക്കയറ്റം കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത്. 5 മാസമായപ്പോഴേക്ക് ഡബിൾ വില വന്നു. 22 രൂപ ഉണ്ടായിരുന്ന അരിക്കുന്ന എത്ര? 42 രൂപ, 35 രൂപ. പഞ്ചസാരൻ്റെ വില എത്രയാണ്? 53 രൂപ. ഇത് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തു? പാവങ്ങളെ നെക്കിപ്പിഴിയുള്ള ഒരു പരിപാടി മാത്രമാണോ? വിലക്കയറ്റം എന്നുള്ള സംഭവം ഈ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വിലക്കയറ്റം സംഭവിക്കുന്നത് കേരളത്തിൽ ഗവൺമെൻറ് നിലപാടിന് മാത്രമായിട്ടല്ലല്ലോ. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ എന്താ പറയുക ഡീസൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ധനങ്ങളാണ്. ഇന്ധനത്തിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മാർക്കറ്റിനെ ബാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് നിലക്ക് അതിൽ ഇടപെടുന്നുണ്ട്. അതിന് തെളിവല്ലേ നമ്മൾ അരിക്കട തുടങ്ങിയത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ 45 രൂപയ്ക്ക് ജയ അരി കൊടുക്കുന്നുണ്ട്, അറിഞ്ഞിട്ടില്ലേ? എവിടെ 25 രൂപയ്ക്ക് അരി കിട്ടണത്? 25 രൂപയ്ക്ക് എവിടെ അരി കിട്ടുന്നുണ്ട്? അന്വേഷിച്ച് നോക്കണം. ഇവിടെ 33 രൂപ. 33 രൂപ മാവേലിയില് 33 രൂപ. 33 രൂപ മാവേലിയില്. ഡീസൽ വിലക്കെതിരെ അല്ലെങ്കിൽ ഇന്ധന വിലക്കെതിരെ വലിയ സമരങ്ങൾ UP-യുടെ കാലത്ത് നയിച്ച ആളുകളാണ് NDA. എന്തുകൊണ്ടാണ് ഇന്ധന വില ഇത്രത്തോളം പിടിച്ചു നിർത്താൻ സാധിക്കാത്തത്? ഇന്ധനവിലയിൽ വന്നിട്ടുള്ള വ്യതിയാനം കൊണ്ടാണ് ഭക്ഷ്യധാന്യങ്ങളുടെ വില വർദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തമിഴ്നാടിനും കർണാടകത്തിനും ഒക്കെ ബാധകമാകണ്ടേ? ഇവിടുന്ന് ഗൂഡല്ലൂരിൽ നിന്ന് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഈ ധാന്യങ്ങൾ ഇതിലും വില കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ടല്ല ഈ വിലയിൽ ഈ മാറ്റം ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. 57-ൽ EMS അധികാരത്തിൽ വരുമ്പോൾ കേരളീയന് മുഴുവൻ നിറച്ചുണ്ണാനുള്ള നെല്ല് നമ്മൾ ഉത്പാദിപ്പിച്ചിരുന്നു. അത് ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ഈ നിൽക്കുന്ന 2 കൂട്ടരുമാണ്. വിലക്കയറ്റം സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്, UDF ഭരിച്ച 5 കൊല്ലക്കാലം അരിക്ക് വില കൂടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാനാവില്ല. പൊതുവിപണിയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് വില കൂടുക എന്നതൊരു പ്രതിഭാസമാണ്. പക്ഷേ അങ്ങാടിയിൽ ഇടപെടുന്ന സർക്കാർ നയം
ദുർബലമായി എന്ന് മാത്രമല്ല, പരാജയപ്പെട്ടു എന്ന് നിയമസഭയിൽ 2 അടിയന്തര പ്രമേയങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകൾ മറുപടി പറയേണ്ട ദുരവസ്ഥയുണ്ടായിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കേണ്ട ആവശ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നമുക്കുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ തലയെടുപ്പുള്ളൊരു നേതാവും UDFൻ്റെ മികച്ചൊരു പാർലമെൻറ്റേറിയനും ആണ്. അദ്ദേഹത്തിനെതിരെ MP ഫൈസലിന് മത്സരിക്കാൻ ഒരിക്കലും ഒരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മന്ത്രിസ്ഥാനം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കാൻ ഫൈസൽ വളർന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. 100% വളർന്ന ഫൈസലെ. ആദ്യം മറ്റൊന്ന് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വ്യക്തിയുടെ വണ്ണം വലിപ്പം നോക്കിയിട്ടല്ല മത്സരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പറയുമ്പോൾ ബലാണ് ഉദ്ദേശിക്കുകയെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, വേറെ ആളെ വെക്കാമായിരുന്നു. അതല്ല, നിലപാടുകളും നയങ്ങളാണെങ്കിൽ ഫൈസൽ അതിന് ഉഷാറാ. മാത്രമല്ല, ഈ നാട്ടിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അത്ര 100 കണക്കിന് വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നാട്ടിൽ പല സമരങ്ങളും നയിച്ച ആളാണ് ഫൈസലെ. ഒരു പക്ഷേ നിങ്ങൾ പറയപ്പെടുന്ന ഈ തലയെടുപ്പുള്ള നേതാവ് അദ്ദേഹത്തിന് 65 വർഷത്തിനിടയിൽ നയിച്ചിട്ടുള്ള സമരത്തെക്കാൾ സമരം നയിച്ച ആളാണ് ഫൈസലെ. മറ്റൊന്ന് അത് അന്വേഷിച്ചറിയാൻ കഴിയും. മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അറിയണ ഈ പറയപ്പെടുന്ന തലയെടുപ്പുള്ള ആള് പണ്ട് മുനിസിപ്പാലിറ്റി മത്സരിച്ച സമയത്താണ് എത്ര ഈ തലയെടുപ്പുണ്ടോ? അയാൾ MLA ആയി മന്ത്രിയായ സമയത്ത് പടിപടിയായി വളർന്നതല്ലേ? അങ്ങനെ അവസരം കൊടുത്താൽ ഇദ്ദേഹത്തെക്കാൾ MP അല്ല, അയാൾ കേന്ദ്രമന്ത്രി യോഗ്യനാണ്, പാർലമെന്റിലേക്കാണ് പോകുന്നത്. ഈ സർക്കാർ എല്ലാം ശരിയാക്കാൻ വേണ്ടി വന്നതാണല്ലോ. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി SSLC പരീക്ഷ ശരിയാക്കിയില്ലേ? എന്താണ് നിങ്ങൾ പിടിപ്പുകേടാണ്. LDF സർക്കാരിന് പിടിപ്പുകേടാണ്. മറുപടി ഉണ്ട്. നിങ്ങൾ കൂക്കിയതുകൊണ്ടൊന്നും പറയില്ല, ചോദിക്കാണ്ട് ചോദിക്കും. അതിൽ നിങ്ങൾ ഞങ്ങൾ അല്ല, ചരിത്രത്തിൽ ആദ്യമൊന്നും പറയണ്ട. കേരളത്തിന് പരീക്ഷ നടക്കുന്ന സമയത്ത് ചില കുഴപ്പങ്ങളുടെ പേരിൽ പരീക്ഷ മാറ്റിവെച്ച സംഭവത്തിന് മുമ്പിട്ടായിട്ട് ചരിത്രം പരിശോധിച്ച് നോക്കുക. മുമ്പ് നടന്നത് ഇപ്പം നടന്നത് ന്യായീകരണമാവുന്നില്ല. അല്ല, ഒരു തെറ്റ് പറ്റിയാൽ, അല്ല കഴിഞ്ഞ ഗവൺമെന്റ് മാതൃക പിന്തുടർന്ന് തെറ്റ് പറ്റിയതല്ല, ഒരു അബദ്ധം പറ്റിയാൽ അത് തിരുത്താനുള്ള നടപടി സർക്കാർ എടുത്തു. അത് തിരുത്തിയിരിക്കും. എനിക്ക് ചോദിക്കാനുള്ള BJP പ്രതിനിധിയോടാണ്. ഇന്ത്യയിൽ ഗോമാംസം നിരോധിച്ചുകൊണ്ടിരിക്കുന്ന, മാംസാഹാരം തന്നെ നിരോധിച്ചുകൊണ്ടിരിക്കുന്ന BJP എന്തിനാണ് മലപ്പുറം ജനതയെ ബീഫ് തീറ്റിക്കാൻ ശ്രമിക്കുന്നത്? മലപ്പുറത്ത് പെണ്ണുങ്ങൾ പന്നികളെ പോലെ പ്രസവിച്ചിട്ടാണ് ഇവിടെ MLA-മാരുണ്ടാവുന്നത് എന്നാണ് BJP പറയുന്നത്. അതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? BJPയുടെ ഏത് നേതാവാണ് താങ്കൾ പറഞ്ഞ അവസാനത്തെ പരാമർശം നടത്തിയത്? അദ്ദേഹം BJPയുടെ നേതാവുമല്ല, BJPക്ക് അദ്ദേഹം പ്രാഥമിക അംഗത്വം പോലുമില്ല. അതൊന്നും പറയരുത്. BJPയുടെ സർക്കാർ വന്നതിന് ശേഷം, ഇപ്പോൾ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം എവിടെയാണ് കേരളത്തിൽ അങ്ങനെ ആരോടെങ്കിലും മാംസാഹാരം കഴിക്കരുത് അല്ലെങ്കിൽ 4 കാലികളുടെ ആഹാരം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു വിഭാഗം ജനത പൂർത്തീകരിക്കട്ടെ, പറയാൻ അനുവദിക്കൂ. പറഞ്ഞോ. പശു എന്നുള്ളത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ജനതയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ആരാധിക്കുന്ന ആളുകളുണ്ടാവും, അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഈ നിലപാടില്ല, ഉത്തരേന്ത്യയിലെ മുസ്ലിം സംഘടനകൾക്ക് ഈ നിലപാടില്ല. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പശുവിനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് BJPയുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേ സമയത്ത് തന്നെ 4 കാലികളുടെ മാംസം കഴിക്കുന്നതിന് ഇവിടെ ആരും എതിരല്ല. ആ 4 കാലികൾ പലതുണ്ട്, പലതരത്തിലുള്ള. ഇപ്പോൾ ചില 4 കാലികളെ കഴിക്കാത്ത ആളുകൾ, പന്നി കഴിക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഭക്ഷണത്തിൻ്റെ അല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം, യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇവിടെ അരി കിട്ടുന്നില്ല, ഇവിടെ വെള്ളമില്ല. ഈ വ്യവസായ മന്ത്രിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ ഈ ജില്ലയിൽ മുഴുവൻ സഞ്ചരിച്ചിട്ട് ഞാൻ ഈ ജില്ലയിൽ പറയട്ടെ, നിങ്ങൾ പറയാൻ അനുവദിക്കൂ. ഞാൻ ഈ ജില്ലയിൽ മുഴുവൻ സഞ്ചരിച്ചിട്ട് ഇത്രയും കാലം ഇത്രയും മേനി പറയുന്ന ഇത്രയും തലയെടുപ്പുള്ള ഒരു വ്യവസായ മന്ത്രി ഉണ്ടായിട്ട് ഞാനൊരു വ്യവസായ സ്ഥാപനം കണ്ടില്ല. നല്ലൊരു സ്ഥാപനം നിങ്ങൾ കണ്ടെങ്കിൽ പറയണം. അദ്ദേഹം പറഞ്ഞ ശരിയാണ്. മലപ്പുറം ജില്ലയിൽ ഇദ്ദേഹം നടന്നപ്പോൾ ഈ പറയപ്പെടുന്ന നിങ്ങൾ പറഞ്ഞ ഫൈസലിനെതിരെ മത്സരിക്കാൻ വലിയ അധികാരം കൊടുത്തിട്ടുള്ള വ്യവസായ സ്ഥലം അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. മറ്റൊന്ന് നിങ്ങൾ കാണേണ്ടത്, നമ്മുടെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 8 വർഷക്കാലം ഇവിടെ മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് കൊടുന്ന പദ്ധതികളെ കുറിച്ച് പറയാനിരിക്കില്ല. അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ തവണ അഹമ്മദ് 1,94,000 വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിരിക്കുന്നത്. ഇത്തവണ എത്ര ഭൂരിപക്ഷമാണ് PK കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി UDF പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. എന്താ അറിയോ, ഇത് പറയാം. അഹമ്മദ് സാഹിബ് MP ആയിരുന്നിട്ട്, അദ്ദേഹം മന്ത്രിയായിരുന്നിട്ട്
നമ്മുടെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന കേന്ദ്ര പദ്ധതികളുടെ എണ്ണം സത്യത്തിൽ മറച്ചു പിടിക്കാൻ കഴിയാത്ത വിധം വിപുലമാണ്. ഒന്ന് അല്ലല്ല ഒരു സെക്കൻഡ്, രണ്ടാമത്തെ കേട്ടോളൂ. അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നു, നിങ്ങൾക്കറിയാം. ഞാനൊന്ന് പറയട്ടെ, എന്താ സുഹൃത്ത്, ഒരു സെക്കൻഡ്, അല്ലല്ല ബഹളം ഒന്നും വേണ്ട, ആ ബഹളം ഉണ്ടാക്ക. അദ്ദേഹം ഞാനൊന്ന് പറഞ്ഞോട്ടെ റെയിൽവേ മന്ത്രി ആയിരുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാരല്ലേപ്പാ ഇത് എന്താണെന്ന് എന്തിനാണ് ഇങ്ങനെ ബഹളം? നമ്മളെന്തിനാ മക്കരപ്പറമ്പിൽ ആൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണ് നാട്ടുകാർ മുഴുവൻ ടി വിയിൽ കാണാനുള്ളതാണ്. നിങ്ങളുടെ നാടിനെ കുറിച്ചുള്ള നമുക്ക് അങ്ങനെ വേദാറില്ല. മങ്കട മണ്ഡലത്തിൻ്റെ ആ വാശിയും വീറും ഈ ചർച്ചയിലും പ്രകടമായി. ഏറ്റവും ഒടുവിൽ നിർഭാഗ്യവശാൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. എങ്കിൽ തന്നെയും ഈ ചർച്ച വളരെ സജീവമായി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ടി എ അഹമ്മദ് കബീർ MLA, ടി കെ റഷീദ് അലി, ടി കെ അശോക് എന്നിവർക്കും ഒപ്പം ഇതിൽ പങ്കെടുത്ത വോട്ടർമാർക്കും. നമ്മുടെ ചിഹ്നം നാളെ കൊണ്ടോട്ടിയിൽ.